ഹലോ സ്റ്റുഡൻസ്, ഇൻസൈറ്റ് 360 ആപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ IIM പുതിയ 2 കോഴ്സുകൾ തുടങ്ങിയിരിക്കുകയാണ്. ചരിത്രപരമായ ഒരു തീരുമാനമാണിത്. ബാംഗ്ലൂർ IIM പോലെയുള്ള ഒരു സ്ഥാപനം 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി 2 പുതിയ കോഴ്സുകൾ, പ്രസ്റ്റീജിയസ് കോഴ്സുകൾ തുടങ്ങിയിരിക്കുകയാണ്. ആ പുതിയ പ്രോഗ്രാമുകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഒന്നാമത്തെ പ്രോഗ്രാം BSc ഡാറ്റ സയൻസ് ആണ്. ഇത് ഓണേഴ്സ് ഡിഗ്രിയാണ്. ഓണേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 4 വർഷത്തെ കോഴ്സാണ്. BSc ഡാറ്റ സയൻസിൽ 2 കോഴ്സുകൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2 ടോപ്പിക്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്കണോമിക്സ് റിലേറ്റഡ് ടോപ്പിക്സും ബിസിനസ് സ്റ്റഡീസ് റിലേറ്റഡ് ടോപ്പിക്സും. രണ്ടാമത്തേത് BSc എക്കണോമിക്സ് ആണ്. ഈ BSc എക്കണോമിക്സ് കോഴ്സിൽ അവർ ഡാറ്റ സയൻസ്, ബിസിനസ് സ്റ്റഡീസ് എന്നീ 2 ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. MBAക്ക് വേണ്ടിയിട്ട് വെറുതെ കാത്തിരിക്കാതെ 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഈ IIM ബാംഗ്ലൂരിൻ്റെ എൻട്രൻസ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കയറിയാൽ നിങ്ങളുടെ കരിയർ ഏറ്റവും ശോഭനം ആയിരിക്കും. ഇനി പരീക്ഷയുടെ തീയതികളെയും കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപേക്ഷാ വിൻഡോ എന്ന് പറഞ്ഞാൽ അപേക്ഷ ചെയ്യേണ്ട തീയതി 2025 ഒക്ടോബർ 14 സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് അവസാനിക്കുന്നത് നവംബർ 20 എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 14 മുതൽ നവംബർ 20 വരെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 10-12 ക്ലാസ്സുകളിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. 2026 ഓഗസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് 20 വയസ്സിന് താഴെയായിരിക്കണം. ഈ പ്രവേശന പരീക്ഷയുടെ പേര് IIM ബാംഗ്ലൂർ UG അഡ്മിഷൻ ടെസ്റ്റ് 2005 എന്നാണ്. ഈ പരീക്ഷയുടെ ഡേറ്റ് ഡിസംബർ 13 ഇനി പ്രവേശന പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. പരീക്ഷാ രീതി ഓൺലൈൻ പരീക്ഷയായിരിക്കും. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പരീക്ഷയായിരിക്കും. ആകെ 120 മിനിറ്റുകളാണ് ഈ പരീക്ഷയുടെ സമയം. ഓക്കെ, തെറ്റായ ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ 60 MCQ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതാണ്. വിഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ്, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നാണ് ഞാനിനി പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഇതിൽ റീഡിങ് വരുന്നുണ്ട്, ഗ്രാമർ വരുന്നുണ്ട്, വൊക്കാബുലറി വരുന്നുണ്ട്. ഇതിൽ 15 ചോദ്യങ്ങളാണ് ഉള്ളത്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന വിഭാഗത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിൽ അരിത്തമെറ്റിക് വരുന്നുണ്ട്, ആൾജിബ്ര വരുന്നുണ്ട്, ജോമെട്രി വരുന്നുണ്ട്, പ്രോബബിലിറ്റി വരുന്നുണ്ട്, ഡേറ്റ സെറ്റുകൾ വരുന്നുണ്ട്. ഈ വിഭാഗത്തിൽ നിന്ന് 30 ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അടുത്തത് ലോജിക്കൽ റീസണിങ്ങിൽ പ്രസിലുകൾ ഉണ്ടാവും, സിലോജിസം ഉണ്ടാവും, സീരീസ് ഉണ്ടാവും, കോഡിംഗ് ഉണ്ടാവും. 15 ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന വിധം. എഴുത്ത് പരീക്ഷയുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കാൽക്കുലേറ്റ് ചെയ്യും. അതായത് എഴുത്ത് പരീക്ഷയ്ക്ക് 60 മാർക്കും ഇൻ്റർവ്യൂവിന് 40 മാർക്കുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫീസ് IIM പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ ഫീസ് അതുപോലെയായിരിക്കും. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. 4 വർഷത്തേക്ക് ഏകദേശം 38 ലക്ഷം രൂപയാണ് ഫീസായി വരുന്നത്. പരീക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 3000 രൂപയും സംവരണ വിഭാഗത്തിന് 1500 രൂപയും ആയിരിക്കും. പാഠ്യപദ്ധതി എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അന്തർവൈജ്ഞാനിക സംയോജനം, അതായത് വിവിധ സബ്ജക്റ്റുകൾ കൂട്ടിയിണക്കിയുള്ള ഒരു സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇതിൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, കമ്പ്യൂട്ടേഷൻ വരുന്നുണ്ട്, പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. പ്രോഗ്രാമിൽ പൈത്തണും വരുന്നുണ്ട്, ആറും വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബിസിനസ് സ്റ്റഡീസും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യവസായ സൗഹൃദപരമായ ഒരു കോഴ്സ് ആയിരിക്കും ഇത്. ഇതിൽ ഡാറ്റ അനലിസ്റ്റ് ഉണ്ടാവും, കൺസൾട്ടൻസി ഉണ്ടാവും, ഫിനാൻസ് ടെക്നോളജി ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ ഗവേഷണങ്ങൾക്ക് വേണ്ടി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ബിരുദാനന്തരം, ഈ കോഴ്സ് ഡിഗ്രി കോഴ്സാണ്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബിരുദാനന്തരമായി ഡാറ്റ അനലിറ്റിക്സിന് ചേരാൻ പറ്റും, കൺസൾട്ടിങ്ങിന് ചേരാൻ പറ്റും, ഫിനാൻസിന് ചേരാൻ പറ്റും, AI ഗവേഷണത്തിന് ചേരാൻ പറ്റും, അക്വിച്ചേറിയൽ സയൻസിന് ചേരാൻ പറ്റും, എക്കണോമിക്സ് മോഡലിങ്ങിന് ചേരാൻ പറ്റും, പോളിസി അനാലിസിസിന് ചേരാൻ പറ്റും. ഇതിനെല്ലാം ഉപരി IIM എന്ന ബ്രാൻഡ് നിങ്ങളെ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിനായി സഹായിക്കുന്നതാണ്.
IIM എന്ന ബ്രാൻഡിൻ്റെ അന്താരാഷ്ട്ര മൂല്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ഞങ്ങളുടെ ആപ്പായ ഇൻസൈറ്റ് 360 എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.